ഇത് നമുക്ക് നല്ല എളുപ്പത്തിൽ തക്കാളി ചോറ് ഉണ്ടാക്കാൻ തേങ്ങി നോക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ആയിരുന്നാലും അധികം പണിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ചോറാണത്. ഈ ചോറ് ചൂടാറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഞ്ചിനൊക്കെ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു റെസിപ്പിയാണത്. പിന്നെ ഈ റെസിപ്പി ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് മിയ കിച്ചൻ്റെ ഒരു പുതിയൊരു ചാനലുണ്ട്, ബിഗിനേഴ്സ് കുക്കിംഗ് വിത്ത് മിയ കിച്ചൻ എന്ന് പറഞ്ഞിട്ട് ചാനലിലാണ് ഈ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ എന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ മിക്കവരും വിചാരിക്കും ഇത് മിയ കിച്ചൻ്റെ ചാനലിലാണ് ഈ റെസിപ്പി വന്നേക്കണേന്നുള്ളത്. ഇത് മിയ കിച്ചൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ട് ഞാൻ വേറൊരു പുതിയ ചാനൽ തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയേക്കണ പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയേക്കണ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെയാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ കൂടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോള ഇതേപോലെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ 3 ചെറിയ പച്ചമുളകാണ് എടുത്തത്. അത് ഇതേപോലെ നീളത്തിലൊന്ന് കീറിയിടാം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ 3 ഇതേപോലത്തെ വലിയ വെളുത്തുള്ളിയും ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനിവിടെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. ഈ കടലപ്പരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തേക്കുന്നത് പൊട്ടുകടലയല്ല എടുത്തേക്കുന്നത്, ചെനാദാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അതാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കടുകും വേണം. പിന്നെ വേണ്ടത് ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല. മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ പൊടിയും ഞാനിത് കറിയാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർക്കണത്. നമുക്ക് കടയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെസ്മി ഓയിൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ സെസ്മി ഓയിലിനെയാണ് നമ്മുടെ നാട്ടിൽ നല്ലെണ്ണ എന്ന് പറയുന്നത്. അത് എള്ളിയിൽ നിന്ന് എടുക്കണ ഓയിലാണ്. അതാണ് സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഈ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സെസ്മി ഓയിൽ ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കണ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. അതിപ്പോൾ കടുക് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഈ കടുക് ഒന്ന് പൊട്ടണം. കടുക് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടുക് നമ്മൾ കഴിക്കുമ്പോൾ കടുകിനൊരു കയ്പ്പരസം വരും. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് മുഴുവൻ പൊട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും ചേർക്കുക. ഉഴുന്ന് നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർക്കില്ലേ, ആ ഉഴുന്ന്. 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർക്കുക. ഇപ്പോൾ കടുക് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സവോളയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കടുക് ഏറ്റാതി നന്നായിട്ട് പൊട്ടണം. കാരണം അല്ലെങ്കിൽ സവോളയുടെ ഉള്ളിലെ വെള്ളം കൊണ്ട് കടുക് പൊട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇതാണല്ലോ ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ 3ഉം കൂടിയിട്ട് ഒരുമിച്ച് ചേർത്തത്. കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം ചേർക്കണം. ഇതെല്ലാവരും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. കടലപ്പരിപ്പ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, ഉഴുന്നും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് കളറ് മാറി ഇങ്ങനെ കരിഞ്ഞ് പോകുന്ന പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് സവോള ചേർക്കാം. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സവോളയുടെ വെള്ളം കൊണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കണം കടുകായിരുന്നാലും ഉഴുന്നായിരുന്നാലും കടലപ്പരിപ്പായിരുന്നാലും ഒന്നും കരിഞ്ഞു പോകില്ല. എന്തെങ്കിലും കരിയണ പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഏറ്റവും സവോള അങ്ങോട്ട് ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാനിവിടെ ഇതേപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഈ നല്ലെണ്ണ ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ നല്ലെണ്ണ ശരിക്കും നമ്മുടെ ശരീരത്തിനായിരുന്നാലും നല്ലതാണ്. നമ്മളെപ്പോഴും നമ്മൾ ഒരേ ഓയിൽ തന്നെ വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കാണ്ട് ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഓയിലുകൾ ഇങ്ങനെ മാറ്റി ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് കുറച്ച് ഓയിൽ കുറവുണ്ട്. ഞാൻ കുറച്ചുകൂടി ഓയിൽ ചേർക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് നമ്മൾ ചോറൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരെയും വേണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ വേണം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ആയിരുന്നാലും നന്നായിട്ട് വഴന്നിട്ടുണ്ട്.
എൻ്റെ ആ പച്ച ആ സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഈ സവോളയൊക്കെ മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഈ സവോളയ്ക്ക് ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം പല മുളകിൻ്റെ പൊടിക്കും പല എരിവായിരിക്കും. ഈ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തീ കൂട്ടി വയ്ക്കരുത്, തീ പതുക്കെ കുറച്ച് തന്നെ വയ്ക്കുക. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗരം മസാല ഇരുന്നാലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് ഒരളവ് കൊണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഇതേപോലെ കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഈ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നാണ് ഗരം മസാല കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഗരം മസാല കുറച്ചും കൂടി ചേർക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് വരണം. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ അടിയിൽ പിടിക്കും. കാരണം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ തക്കാളിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. ആ വെള്ളം കൊണ്ട് വേണം തക്കാളി വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും. ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഗരം മസാല കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗരം മസാല ചേർക്കാം. ഇനി ഇത് 2 മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ചോറ് വേണം. അത് സാധാരണ നമ്മൾ കഴിക്കാനെടുക്കണ ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രം ഇത് നിറച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചോറ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല ചൂടുള്ള ചോറാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തലേ ദിവസത്തെ ചോറാണെങ്കിലും കുഴപ്പമില്ല. തക്കാളിയുടെ ആ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറ് ചേർക്കാം. ചോറ് അങ്ങനെ ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. അത് നമ്മൾ ഏറ്റവും ആദ്യം കുറച്ച് ചോറ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ചോറൊക്കെ ചേർത്ത് നല്ല അപ്പോൾ ഇതിനകത്ത് ചോറൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് അങ്ങനെ ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. ചോറ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അത് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ചോറ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയും ചോറ് ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചേർത്തിട്ട് എടുക്കുക. ഈ തീ ഓഫ് ചെയ്യുക.